തലശ്ശേരി കോടതിയിൽ നടക്കുന്ന സുഹൈബ് വധവുമായി ബന്ധപ്പെട്ട കേസിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഈ കേസ് എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം എന്നുള്ളതാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസിന് സുപ്രീം കോടതി ഈ കേസ് CBIക്ക് വിടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് CPM നടത്തി. അതിനുവേണ്ടി അവർ ഉന്നതരായ വക്കീലന്മാരെ ഗവൺമെൻറ്റിൻ്റെ പണം, അതായത് നമ്മളുടെ ഒക്കെ തന്നെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിമിനലുകൾക്ക് വേണ്ടി വക്കീലന്മാർക്ക് പണം കൊടുത്തു. അങ്ങനെ കേസ് CBIക്ക് വിടാതെ, CBIക്ക് വിട്ട ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കേസ് നമ്മൾ കണ്ടു, അത് ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ കേസിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കേസ് എങ്ങനെയെല്ലാം നീട്ടിക്കൊണ്ടു പോകാം എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വാദം ഇവിടെ കണ്ണൂർ തലശ്ശേരി കോടതിയിൽ നടന്നുകൊണ്ടിരിക്കും. അവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളതിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് വേണ്ടി നമ്മൾ വാദിച്ചു. അത് തരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും CPMൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ചു. പക്ഷേ നമ്മൾ അതിൻ്റെ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നമുക്ക് ലഭിച്ചു. അതിന് കുറേ കാലതാമസം വന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കാലതാമസം വരുത്തി ഇത് കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം, കേസിനെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ കേസ് വാദം ആരംഭിച്ചു. ഒന്നാം സാക്ഷി വളരെ കൃത്യമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നേരിട്ട് ആ കൃത്യത്തിൽ പങ്കെടുത്തവരെ പറ്റി വ്യക്തമായി അവർ തൊട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെ ആയുധങ്ങൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു കേസിൽ നടക്കാത്ത രീതിയിലുള്ള വളരെ വ്യക്തമായ തെളിവെടുപ്പ് അവിടെ വിസ്താരം നടന്നു. രണ്ടാം സാക്ഷിയും അതേപോലെ വിസ്താരം നടന്നു. പക്ഷേ ഇവിടെ രണ്ടാം സാക്ഷിയുടെയും മൂന്നാം സാക്ഷിയുടെയും വിസ്താരത്തിലേക്ക് വരുമ്പോൾ ക്രോസ് വിസ്താരം നടത്താൻ രണ്ടാം സാക്ഷിയുടെയോ മൂന്നാം വക്കീലന്മാർ തയ്യാറാകുന്നില്ല. CPMൻ്റെ ക്രിമിനൽ ലോയേഴ്സൊന്നും അതിന് തയ്യാറാകാതെ അവർ മുടന്ന ന്യായം പറഞ്ഞ് ഈ കോടതിയിൽ നിന്നും മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കും. എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇവർ ഈ കേസിനെ ആദ്യം മുതൽ ഭയക്കേട്, ഇപ്പോൾ ഒന്നാം സാക്ഷിയും രണ്ടാം സാക്ഷിയും ഒക്കെ കൃത്യമായി അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവരെ ക്രോസ് വിസ്താരം നടത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ്? ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും സ്റ്റേ ഉണ്ടോ? അവിടെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സ്റ്റേയും ഇല്ലാത്ത സ്ഥിതിക്ക് കൃത്യമായി അത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തി കോടതിയിലെ CPMൻ്റെ ക്രിമിനലുകൾ കോടതിയിൽ വന്ന് അഴിഞ്ഞാടുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഈ ചാനലുകളൊക്കെ തന്നെ കണ്ടതാണ്. അവിടെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഈ കേസിൽ നമ്മൾ ആദ്യമേ പറയുന്ന ഈ സംഭവത്തിന് എല്ലാം പിന്നിൽ നിന്ന് പ്രവർത്തിച്ച രതീഷ് ഉൾപ്പെടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആള് അവിടെ കോടതിയിലുണ്ട്. CPMൻ്റെ നേതാക്കന്മാർ മൊത്തം മട്ടന്നൂരും പരിസരത്തുമുള്ള തലശ്ശേരിയിലുമുള്ള CPMൻ്റെ നേതാക്കന്മാർ മുഴുവൻ കോടതിയിൽ തമ്പടിച്ച് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഇത് ഭീഷണിപ്പെടുത്തി ഈ കേസ് അട്ടിമറിച്ച് കളയാം എന്നുള്ളതാണ് CPM ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കേസിലെ നടത്തിപ്പ് CPM സാധാരണ എങ്ങനെയെങ്കിലും നടത്തി ഭരണത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് കേസ് നടത്തി തടി തപ്പുന്ന ഒരു സാഹചര്യമായിരുന്നു ഉള്ളത്. പക്ഷേ അവരുടെ കേസിൽ നടത്തിപ്പിൽ വൻ പരാജയമാണ് എന്നുള്ളത് ഈ കേസിലൂടെ വളരെ വ്യക്തമാകുകയാണ്. കേസ് നടത്തിപ്പിൽ CPMൻ്റെ ലീഡർഷിപ്പിന് വന്ന അപാകത തന്നെ. കാരണം ഇത് ക്രോസ് വിസ്താരം നടത്തി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, അത് നടത്തി വിജയകരമായി പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം ക്രോസ് വിസ്താരത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സമീപനം എന്താണ്? എന്തുകൊണ്ട് ക്രോസ് വിസ്താരം നടത്തുന്നില്ല വക്കീലന്മാർ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ജാമ്യം റദ്ദ് ചെയ്ത് അവരെ ജയിലിലേക്കാക്കുന്ന നടപടിയാണ് ഇപ്പോൾ CPMൻ്റെ നടത്തിയിരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇത്തരം കേസുകളൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടവൻ ശിക്ഷിക്കപ്പെടണം, അവന് ശിക്ഷ ലഭിക്കണം. നമ്മളെപ്പോഴും ന്യായത്തിന്റെ പക്ഷമാണ്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു തത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ തെറ്റ് ചെയ്തവൻ അവൻ ശിക്ഷ അനുഭവിക്കണം. വലിയ മാരകമായ ഒരു കൊലപാതകമായിരുന്നു എന്ന് നമുക്കറിയാം. ആ കൊലപാതകം ആ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു കൊലപാതകമാണ്. അവിടെ കാരുണ്യ പ്രവർത്തന രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച, ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു യുവ നേതാവിനെയാണ് ഈ ദാരുണമായ കൊല ചെയ്തതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. അതുകൊണ്ട് സത്യം ജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് മാത്രമേ വിജയിക്കൂ എന്നുള്ളതാണ്.